യൂട്യൂബർ തൊപ്പിക്കെതിരായ പരാതിയിൽ അന്വേഷണം തുടങ്ങിയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നേരത്തെ അശ്ലീല പ്രദർശനവും സ്ത്രീവിരുദ്ധതയും നടത്തുന്നുവെന്ന പരാതിയിൽ തൊപ്പി എന്ന നിഹാദിനെതിരെ ഡിജിപി അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ഓപ്പറേഷൻ തുഫാൻ തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും യോജിക്കേണ്ട ഒരു കാര്യമാണ്. തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇടണോ? ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം. ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. അപ്പൊ അതുകൊണ്ട് കേരളം ഒറ്റക്കെട്ടായി ഈ മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. ഈ വാളിന്റെ വില ഞാൻ മനസ്സിലാക്കി തരാം. നമുക്ക് ഭാവി തലമുറയെ രക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. നോ പ്രോബ്ലം. എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. ഒരു ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് യുവതലമുറയെ ഒരേ സമയം ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇൻഫ്ലുവൻസർ എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കും. ഈ പട്ടിയുടെ മോന്ത കണ്ടിട്ട് പോയാ മതി. ഇത്തരത്തിൽ ലഹരി വസ്തുക്കളടക്കം പ്രദർശിപ്പിച്ചുകൊണ്ട് അശ്ലീല ചുവയോടുകൂടി നിരന്തരം സംസാരിക്കുകയും ഒരുപക്ഷെ പോൺ സൈറ്റുകളിലൊക്കെ കാണുന്ന വീഡിയോകളൊക്കെ തന്റെ ലൈവിലൂടെ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഒരു യുവാവ് ഇത്തരത്തിൽ സ്വൈര്യവിഹാരം നടത്തുകയാണ്. ഇദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുകയും DGPയുടെ അന്വേഷണത്തെ എൻഡോഴ്സ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. അത് വേഗത്തിലാക്കാനും അതോടൊപ്പം തന്നെ അതിൽ അന്വേഷണത്തിന് ശേഷം കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ള ഉറപ്പ് കൂടി രമേശ് ചെന്നിത്തല ഇന്നിപ്പോൾ എടപ്പാളിലെത്തിയപ്പോൾ നടത്തുകയുണ്ടായി. അപ്പൊ തട്ടിപ്പാണല്ലേ? തക്കിട തരികിടയാക്കി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് ഡക്കും പുടും നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. ഇത് കണ്ടോ, 2 ക്രിമിനൽ കേസുകളും ഇനി കളികൾ ഡയറക്റ്റ് ലീഗലി പോകാൻ പോയെന്ന്. ഓക്കെ, നേരെ ജയിലിൽ കയറ്റാം. അതന്നെയാണ് ഡയറക്റ്റ് നേരെ ഇമ്മാരെ ജയിലിൽ കയറ്റാന്നുള്ളതിന് ഉദ്ദേശം. ഞാനാണെന്ന് പറയട്ടാ. പിന്നെ അത് വേണമെങ്കിൽ നീയാണെന്ന് പറഞ്ഞു. എന്തിന്? അതിന്റെ ഗമ നിനക്കിരിക്കട്ടെ. അത് കഴിഞ്ഞിരിക്കട്ടെ. ആ ഗമ ആശാൻ തന്നെ വെച്ചോ. ആശാന്റെ ഗമയെ പോയി ജയിലിൽ കിടക്കാമല്ലോ.